ഇന്നലെ നമ്മൾ മംഗലെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് രാത്രിക്ക് മുമ്പ് നല്ല രാവിലത്തെ മീൻകറി ഉണ്ട്, അതേപോലെ ഗോതമ്പ് ദോശയും കൂടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാ. അപ്പം നമ്മളാണെങ്കിൽ അത് അൺഹെൽത്തിയാണ്, നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിസി ഉണ്ടാക്കാൻ പോയി. അനിയത്തി പെട്ടെന്ന് അതിന്റെ ഡോവും കാര്യങ്ങളും ഉണ്ടാക്കി. ഞാൻ ദാ ഉള്ളിയും അതേപോലെ ക്യാപ്സിക്കും ഒക്കെ മുറിച്ചിട്ട് കൊടുത്തേട്ടാ. ചീസൊക്കെ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ സോസും ഉണ്ടായിരുന്നു, ലേശം ചിക്കൻ ഉണ്ടായിരുന്നു. അതിൽ നല്ല മസാല ഒക്കെ തേച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഓള് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് അതൊക്കെ എടുത്ത് വെക്കുന്നൊക്കെ ഉണ്ടായിന്. അങ്ങനെ രാത്രിക്ക് നമ്മൾ പിസ ആയിരുന്നേ ടേസ്റ്റ് ഉണ്ടായത്. നമ്മൾ കുറച്ചധികം മീൻ വാരി വലിച്ച് ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് ലോഡ് കൂടുതലാണെന്ന് തോന്നുന്നത്. ഉള്ളിയൊന്നും അങ്ങനെ കരിയായിട്ട് വന്നിട്ടുണ്ടായില്ല, പക്ഷെ അമ്മക്ക് കഴിക്കാൻ വേണ്ടിയിട്ടില്ല, നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന പിസേന്റെ ഒക്കെ ക്രസ്റ്റ് വന്നിട്ട് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്രാവശ്യത്തത് നല്ല തിന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടേനു വന്നിട്ടുണ്ടായത്. അങ്ങനെ രാത്രിക്ക് അത് നന്നായിട്ട് കഴിച്ചേനും കടന്നുറങ്ങിയിട്ടുണ്ടായത്. നമ്മൾ വലിയൊരു പിസയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇന്നലെ ആണെങ്കിൽ മോള് പൊറോട്ട എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടിയിട്ട് ഉപ്പിയാണെങ്കിൽ രാവിലെ പോയിട്ട് പൊറോട്ട ആയിരുന്നു കേട്ടോ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് പൊറോട്ടേനെ. അതാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാകുന്നൊന്നും അറിയില്ല, അതായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ടായില്ല കേട്ടോ. പിന്നെ എന്നാ കറി നോക്കുന്ന സമയത്ത് നല്ല മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മീനായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അങ്ങോട്ടേക്ക് ഇഷ്ടമൊന്നല്ല കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക്, അതുകൊണ്ട് ഞാൻ അതിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൊറോട്ട ആയിരുന്നേ കഴിച്ചിട്ടുണ്ടായത്. പിന്നെ എന്താ പറയാ, കുറച്ച് കഴിഞ്ഞപ്പം ഒരു മുസമ്പി എടുത്ത് ഞാനങ്ങ് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടായിനി. വീട്ടിൽ പോയാലും മുതൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കട്ടെ. ഈടുന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞേരം കിൻഡറിന്റെ ഈ ഒരു മുട്ടായി എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ മുട്ടായി മാത്രം അതിന് കാണിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ മോളാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇതാ നിൻ്റെതും കൂടെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് വീഡിയോ എടുത്താന്നുള്ളത്. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ വീഡിയോ എടുക്കുന്ന ഓളെന്തോ വലിയ കാര്യമാണെന്ന് കേട്ടോ വിചാരിക്കുന്നത്. നിങ്ങൾ ഈ മുട്ടായി കഴിച്ചിനോ ഇല്ലയോ എന്ന് കമന്റിലൂടെ അറിയിക്കണേ. അതിൻ്റെ ഉള്ളിൽ നല്ല ചോക്ലേറ്റിന്റെ ഫില്ലിംഗ് ആണ്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇന്ന് ഉച്ചക്ക് മീൻ ബിരിയാണി ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മളിന്ന് പോക്കുവാണ് കേട്ടോ ആലപ്പുഴയിലേക്ക്. അതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പിയും കൂടിയിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. റൈസൊക്കെ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് മാത്രമല്ല ഇടുക, നമ്മളെ വീട്ടിൽ ബദാമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അറിയാണ്ടായിട്ട് വന്ന് വിട്ടുപോയതാണ് കേട്ടോ. ദാ ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം മസാല ഒക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് പൊരിച്ചു വെച്ചിട്ടുള്ള മീനും കൂടി ഇട്ടിട്ട് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ മേലേക്ക് ചോറ് ഇടാന്ന് ചെയ്യല്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ലൈക്കും കൂടി ചെയ്തേക്ക്. അങ്ങനെ ദാ ലാസ്റ്റ് ലെയർ ചോറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ചെറിയ സിമ്മിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിനെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മീൻ ബിരിയാണിയും തേങ്ങ ചമ്മന്തിയും അതേപോലെ കുക്കുംബറിന്റെ ഒരു സാലഡ് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതങ്ങനെ കാര്യമായിട്ട് ചിലവാകും ചെയ്യില്ല, എന്നാലും ഒരു രസമല്ലേ, അതങ്ങനെ സൈഡിൽ നിൽക്കട്ടെ. പിന്നെ അതാ 2 കിലോ ചോറും ഒരു വലിയ കഷ്ണം മീനും എടുത്തിട്ടുണ്ടായി. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ വലിയ മീനൊന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. അനിയത്തിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, ഒക്കെ കാര്യമായോളം ഇങ്ങനെ തിന്നുന്നുണ്ടാവും. പിന്നെ ഒരു കഷ്ണം മീനും ചോറും പിന്നെ ദാ കുറച്ച് ചള്ളാസ് പോലെ ഉണ്ടാക്കി അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പോലെ ഞാൻ സമ്മന്തി, അതായത് ചമ്മന്തി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടേനു ടേസ്റ്റ് ഉണ്ടായത് കേട്ടോ. ഇന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ചു പോക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് വൈകുന്നേരം ഒരു 6:15 കേട്ടോ ബസ്സിന്റെ ടൈം പറഞ്ഞിട്ടുണ്ടായി. ഞാനാണെങ്കിൽ സമയം പോവാത്തോണ്ട് ഇങ്ങനെ കളിക്കലില്ല. ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് സമയം എങ്ങനെയാ ഓടിയത് തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെ നല്ല ചോറും മീൻ പൊരിച്ചതും ചമ്മന്തിയും ഒക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കലേനു കേട്ടോ. പക്ഷെ ഞാനൊരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരും. പിന്നെ തിരിച്ചു പോകുന്നില്ല കേട്ടോ. അപ്പൊ നമ്മളെ കൊച്ചിയിലെ സഹവാസം ഇതോടെ അവസാനിക്കാന്ന്. ഞാൻ ഇടക്ക് കൊച്ചി ഇടക്ക് ആലപ്പുഴ എന്നെല്ലാം പറയുന്നുണ്ട്. രണ്ടിനി ബോർഡറിലാണ് കേട്ടത്. ഉമ്മയാണെങ്കിൽ ഇതാ ഈ ഒരു അട ഉണ്ടാക്കി തന്നെ ഇത് പൊരിക്കുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ചിക്കന്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. അത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമുക്ക് വണ്ടിയിൽ ടൈം ആയാലും നമ്മൾ നേരെ ശ്രീണ്ടാരത്തേക്ക് കേട്ടോ പോയിട്ടുണ്ടായി. കാരണം ആടെയായിരുന്നു ബസ് വരുന്നു പറഞ്ഞിട്ടുണ്ടായേ. സെഞ്ചുറിന്റെ അവിടെ നിൽക്കാനായിരുന്നു കേട്ടോ പറഞ്ഞത്. കുറേ നേരം അവിടെ നിന്ന് അതിനിടക്ക് മഴയെല്ലാം പെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബസ് കയറി കുറച്ച് കഴിഞ്ഞേരമായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. നമ്മൾ പുറത്തുനിന്ന് ആടെ ഇടി ഇരിക്കട്ടെ വണ്ടി നിർത്തിയിടുക. അപ്പം അങ്ങനെ ഇങ്ങനെ കയറി ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സാധനം കൊണ്ടുവന്നത്. ഇതിനെന്താ പേരുന്നില്ല ഞാൻ മറന്നു കേട്ടോ. അതിങ്ങനെ കഴിച്ചിട്ടുണ്ടായിനെ. അതിനിടക്ക് എൻ്റെ മാപ്പിളയും മോളും ആണെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ലേസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞേരം അവർ വന്നിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതാ ഈ ഒരു സാധനം വാങ്ങിച്ചോളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ലേസ് എന്ത് വാങ്ങുന്നുണ്ടെങ്കിലും റെഡ് മാത്രമേ വാങ്ങാൻ പാടില്ല, കാരണം എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമുള്ളത് ബ്ലൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വൈറ്റിലെ ഹബിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം വെയിറ്റ് ചെയ്തായിരുന്നു നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ വീട്ടിലേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ. പിന്നെ വേറൊരു വ്ളോഗായിട്ട് പിന്നെ കാണാം.